നമസ്കാരം. തോന്നിക്ക ചെന്ന് നോക്കിയപ്പോഴേ 2 പേര് ഷെഡ്. അപ്പം ഞാനോർത്ത് ഇനിയിപ്പോൾ ഈ പീഡനങ്ങളുടെ കാലമാണല്ലോ, അപ്പം സ്ത്രീകൾക്കൊരു ഷെഡ്, പുരുഷന്മാർക്ക് വേറൊരു ഷെഡ്, അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ നിന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് ചേട്ടൻ പറഞ്ഞ് അത് ആ പഴയ ഷെഡ് പൊളിച്ച് കളയാൻ പോവുക. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയോ കട്ട വിരിക്കലോ, അവിടെ എന്തോ ഒരു കവല വികസനം എന്നൊക്കെ പറയാം, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ പുതിയ ഒരു ഷെഡ്, അതിനൊരു തണലിടന്നോ അങ്ങനെയൊക്കെ പേരിട്ടിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ഞാൻ പറയണില്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ MLA മാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫോട്ടോയുടെ കാര്യമുണ്ടോ? ഒന്നുമില്ല. അതായത് അതൊക്കെ അവർ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് ഒരു തോന്നല്ല, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം അതൊക്കെ എല്ലാവരെയും കുറിച്ചാണ് പറയണത്. ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് ഇടുക, ലൈറ്റ് ഇട്ടിട്ട് ആ ഫണ്ടിൽ നിന്ന് എടുത്തത്, ഈ ഫണ്ടിൽ നിന്ന് എടുത്തത് ശരിക്കും ജനങ്ങളുടെയൊക്കെ അല്ലേ. അപ്പം അതിൻ്റെ ഒന്നും കാര്യമില്ല, ചെയ്തു കൊടുക്കുക. അത് അപ്പം നമ്മുടെ MLA ഇതാണെന്ന് അറിയാം, പുള്ളിയാണ് ചെയ്തതെന്നൊക്കെ അറിയാം അല്ലേ. അപ്പം ഈ പൊളിക്കൽ പ്രക്രിയ എത്രയും പെട്ടെന്ന് നടത്തണം. കാരണം ഈ ഇല്ലാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഈ ഷെഡ്. അപ്പോൾ അവിടെ ആൾക്കാർ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് 2 ഷെഡ്, ഞങ്ങൾക്കൊരു ഷെഡ് പോലും ഇല്ല എന്ന് ചിന്ത വരരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളൂടെ ചെയ്യാട്ടോ. ഇനി കൂടുതൽ നീട്ടണേ, നമ്മൾ വികസിക്കട്ടെ അങ്ങോട്ട്.